മലപ്പുറത്ത് ലഹരിമരുന്ന് നിറച്ച സിറിഞ്ചിലൂടെ HIV ബാധിച്ചതോടെ പരിശോധന ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വളാഞ്ചേരിയിൽ 10 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. സിറിഞ്ചിൽ ലഹരി നിറച്ച് ശരീരത്തിൽ കുത്തിവെച്ചവർക്കാണ് HIV പകരുന്നത്. കൂട്ടുകൂടി ഒരേ സൂചി ഉപയോഗിച്ചവരിലാണ് വ്യാപനം കണ്ടെത്തിയത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നു. ശിവദാസ്, ഏറെ ഞെട്ടിപ്പിച്ച വാർത്തയാണ്. മലപ്പുറത്ത് വളാഞ്ചേരിയിൽ 10 പേരുടെ HIV ബാധ എങ്ങനെ ഉണ്ടായി എന്ന്. ഈ ലഹരി വ്യാപനം ഒരു വശത്ത് ക്രമാതീതമായി വർദ്ധിക്കുന്നു, ലഹരി കേസുകൾ കൂടുന്നു, മറുവശത്ത് ഇങ്ങനെയും ചില വലിയ അപകടങ്ങൾ, അല്ലേ? തീർച്ചയായും ഒരു ഭാഗത്ത് ലഹരി വ്യാപനം വ്യാപകമായി തന്നെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ അതുവഴി തന്നെ ഇത്തരത്തിൽ HIV അടക്കം പടരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. ഏറെ ഗൗരവത്തോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് ഇത്. ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിറിഞ്ച് വഴിയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിൽ 10 പേർക്ക് HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ 10 പേർക്ക്, വളാഞ്ചേരിയിലുള്ള 10 പേർക്ക് എയ്ഡ്സ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആദ്യം ഒരു മലയാളിയെ പരിശോധിച്ചതിലൂടെ ഇയാൾക്ക് ഈ രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു. അതിനുശേഷം ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളെ കൂടി പരിശോധിച്ച് അതിനുശേഷമാണ് മറ്റുള്ളവർക്കും ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ചത്. അതായത് കഴിഞ്ഞ 2 മാസത്തിനിടെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും 7 മലയാളികൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തുടർ നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിരിക്കുകയാണ്. മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പരിശോധനയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തുടർ നടപടികളും ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. കാരണം നമുക്കറിയാം, സിറിഞ്ച് ഉപയോഗിച്ച് വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന നിരവധി ആളുകളുണ്ട്. പലപ്പോഴും ഇത് അതീവ രഹസ്യമായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിനെ ഇത് കണ്ടെത്തുക എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. അതോടൊപ്പം തന്നെ വിഹിത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകളിലും ഇത്തരത്തിൽ HIV ബാധ പടരുന്നുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകൾ എല്ലാം തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഈ ഒരു വർഷത്തിനുള്ളിൽ മാത്രം മലപ്പുറം ജില്ലയിൽ 65ഓളം കേസുകളാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് വിവിധ രീതിയിൽ തന്നെ, സിറിഞ്ചിൽ നിന്ന് മാത്രമല്ല, ഇത്തരത്തിൽ വിവിധ രീതിയിൽ തന്നെ HIV ബാധ ആളുകൾക്ക് പടർന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജയിലുകളിൽ അടക്കം ഇത്തരത്തിൽ കൃത്യമായി പരിശോധന നടക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ 7 സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ HIV ബാധ പടരാനുള്ള പരിശോധനാ കേന്ദ്രങ്ങൾ ഉള്ളത്. അത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് ഉള്ളത്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ അതീവ ഗൗരവത്തോട് കൂടി കാണേണ്ട, പരിശോധന നടത്തേണ്ട ഒരു വിഷയം തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ ഇത് പടരുന്നു എന്നുള്ളത് ഏറെ ഗൗരവമുള്ളതാണ്. ഉപയോഗിച്ച സിറിഞ്ച് വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെയാണ് ഇത്തരത്തിൽ ലഹരി ഈ ഒരു HIV ബാധ മറ്റുള്ളവരിലേക്കും എത്തുന്നത് എന്നതാണ് ഏറെ ഗൗരവമായ കാര്യം. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കടക്കം ഇത്തരത്തിൽ ഒരു HIV ബാധ പടരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് വരും ദിവസങ്ങളിലടക്കം യോഗം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി പ്രത്യേക ഒരു കമ്മിറ്റിയെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ പരിശോധനകൾക്ക് വേണ്ടി പ്രത്യേക ഒരു കമ്മിറ്റിയെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഈ കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യം ഇത്തരത്തിലുള്ള ആളുകൾ, ഈ സിറിഞ്ച് വഴി ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ രീതിയിൽ അവർ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. പക്ഷെ അത് വളരെ സങ്കീർണമായ ഒരു രീതി തന്നെയാണ്. പ്രത്യേകിച്ച് പോലീസിന്റെയും എക്സൈസിന്റെയും എല്ലാം തന്നെ സഹകരണം ഇതിന് ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള സഹകരണം അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോലീസിന്റെയും എക്സൈസിന്റെയും ഇത്തരത്തിൽ അവർ പരിശോധിച്ച് കണ്ടെത്തുന്ന ആളുകളിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഏറെ ഗൗരവമുള്ള ഒരു വിഷയം കൂടി ആയതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ DMO ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്കും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ലഹരി വ്യാപനം തടയാനുള്ള ശക്തമായ നടപടികളുമായി പോലീസും ആരോഗ്യവകുപ്പും അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നത്. രാസലഹരി ഇത്തരത്തിൽ സിറിഞ്ച് വഴി ഉപയോഗിക്കുന്നവരിൽ HIV പടരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവമായ ഒരു വിഷയം. ഇത് അതീവ ഗൗരവത്തോടെ തന്നെയാണ് ആരോഗ്യവകുപ്പ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നത്. കൃഷ്ണരാജ്. യെസ് ശിവദാസ്.